പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തു. കുവൈറ്റ് ഭരണ നേതൃത്വത്തിന് ഇന്ത്യൻ സമൂഹത്തോടുള്ള മതിപ്പ് പല സന്ദർഭങ്ങളിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഷെയ്ഖ് സാദ് അൽ സബാഹ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ 3500ഓളം പേർക്കാണ് പ്രവേശനം ലഭിച്ചത്. ഇന്ത്യൻ പ്രവാസി സമൂഹ പ്രതിനിധികൾ, ബിസിനസ് രംഗത്തെ വ്യക്തിത്വങ്ങൾ, ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങി സമസ്ത മേഖലകളിൽ ഉള്ള ഇന്ത്യൻ സമൂഹത്തെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത്. പല തലങ്ങളിൽ കുവൈറ്റ് ഭരണ നേതൃത്വവുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ് കുവൈറ്റ് നേതൃത്വം പങ്കുവച്ചിട്ടുള്ളതെന്നും അഭിമാനകരമാണ് ഇതെന്നും അദ്ദേഹം സദസ്സിനെ അറിയിച്ചു. ഗ്രീൻ എനർജി, ഫാർമ, ഇലക്ട്രോണിക്, ഓട്ടോമൊബൈൽ, സെമി കണ്ടക്ടർ രംഗങ്ങളിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് മികച്ചതാണെന്നും മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്ത് ലോകത്തിലെ രണ്ടാമത്തെ ശക്തിയായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. യുവാക്കളുടെ എണ്ണത്തിലും തൊഴിൽ നൈപുണ്യത്തിലും ഒന്നാം സ്ഥാനത്തായ ഇന്ത്യ ലോകത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും മാനുഷിക വിഭവശേഷി നൽകാൻ കഴിയുന്ന കാര്യത്തിലും മികച്ച സ്ഥാനത്താണെന്നത് അഭിമാനകരമായ കാര്യം ആണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുവൈറ്റിന്റെ സമഗ്ര വികസന പദ്ധതിയായ ന്യൂ കുവൈറ്റിലും വലിയ പങ്കാളിത്തം വഹിക്കാൻ ഇന്ത്യൻ യുവത്വത്തിന് സാധിക്കുമെന്നും ഔദ്യോഗിക ചർച്ചകളിൽ ഇത്തരം കാര്യങ്ങൾ കൂടി വിഷയമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെയുള്ള ഉന്നത പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പം ചർച്ചകളിൽ പങ്കെടുക്കും. വേദിയിൽ നിന്നിറങ്ങി സദസ്സിലുള്ളവരെ അഭിവാദ്യം ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസി സമൂഹത്തോടുള്ള അഭിസംബോധന പൂർത്തിയാക്കിയത്. ജലിൻ തൃപ്രയാർ, 24 കുവൈറ്റ്.